ഫ്രണ്ട്സ്, എനിക്കിവിടെ 21,000 രൂപയാണ് ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് ഒരു RBI അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. ഏകദേശം പ്രോസസ് ഫീ വരുന്നത് 2,478 രൂപയും ഫൈനലായിട്ട് എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 18,522 രൂപയാണ്. 23,533 രൂപ തിരിച്ചടക്കണം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ ചാനലുണ്ട്, മൊത്തമായിട്ട് കാണുക. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും, കാരണം നിങ്ങൾ പേര് കേട്ട ഉടനെ ചാടിക്കയറി അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി മാത്രം പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുക. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏകദേശം 61 ദിവസം മുതൽ 365 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഇവർ ലോൺ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് 15% to 35% ആണ്. ലോൺ എമൗണ്ട് ആയിട്ട് പറയുന്നത് 1000 രൂപയിൽ തുടങ്ങി 2 ലക്ഷം രൂപ വരെ ഇവർ ലോൺ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 12 മാസം, അതായത് 365 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിലൊക്കെയാണ് ഇവർ മാക്സിമം ടെന്യൂറായിട്ട് തരുന്നത്. 100% ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ലോൺ എമൗണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 10,000 രൂപ 12 മാസത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 2% പെർ മന്ത് വരും. പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 2% ഓഫ് ലോൺ എമൗണ്ട്, അതായത് 10,000-ലാവുമ്പോൾ 200 രൂപ വരും. അതുപോലെ GST എന്ന് പറയുന്നത് ഒരു 36 രൂപയും വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. ഒരു 10,000 രൂപയുടെ ഡീറ്റെയിൽസ് ലോൺ എടുക്കുമ്പോൾ. അതുപോലെ EMI ആയിട്ട് വരുന്നത് 946 രൂപയായിരിക്കും മാസം. ടോട്ടലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത് 11,352 രൂപയാണ്. അതുപോലെ ഇതിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നത് 1,352 രൂപയായിരിക്കും. പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 200 രൂപയായിരിക്കും. GST ഓൺ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 36 രൂപയും. അത് അപ്രോക്സിമേറ്റ് ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് 32.9% പെർ ആനമാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള വ്യക്തിക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. മാസം 18,000 അല്ലെങ്കിൽ 15,000 രൂപ മാസം സാലറി ഉള്ള വ്യക്തിക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വെറും പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു ആപ്ലിക്കേഷൻ്റെ ചാർജസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 24% പെർ ആനുവലാണ്. പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് അപ് ടു 2% ഓഫ് ലോൺ എമൗണ്ട്. നമ്മൾ ലോൺ എമൗണ്ടിൽ 2% വരെ. ലേറ്റ് പേയ്മെൻറ്റ് ഫീ എന്ന് പറയുന്നത് 500 രൂപ, അതായത് ബൗൺസ് ചാർജ് ആയിട്ട് 500 രൂപ വരും. അത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലെൻഡർ എന്ന് പറയുന്നത് കുണ്ടാൻമാൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡും അതുപോലെ RK ബൻസാൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡേഴ്സ് ത്രൂ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ആപ്ലിക്കേഷൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഡൗൺലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് റാം ഫിൻകോപ്പ് പേഴ്സണൽ ലോൺ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ത്രൂ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ആ വെബ്സൈറ്റ് കയറി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന വീഡിയോ കൂടെ മൊത്തം കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പം അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെയായിട്ട് നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കൺഫേം എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടണിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ കറക്റ്റ് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് താഴെ കൺഫേം കൊടുക്കുക. അപ്പോൾ ഒരു OTP വരുന്നതാണ്. ഒരു 6 അക്ക OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ആവുന്നതായിരിക്കും. ആ OTP നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് പാൻ കാർഡ് നമ്പർ, പിൻ കോഡ്, അതുപോലെ ലോൺ പർപ്പസ്, എന്തിനാണ് നമ്മൾ ഈ ഒരു ലോൺ എടുക്കുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. വെഡ്ഡിങ്, അങ്ങനെ ട്രാവൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ലോൺ പർപ്പസ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ റെൻറ്റ് ആൻഡ് ബിൽസ് എന്നുള്ളത് കൊടുക്കുകയാണ്. അതിനുശേഷം കൺഫേം കൊടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണും. അത് കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. അത് കറക്റ്റ് ആണെങ്കിൽ വായിച്ച് നോക്കിയിട്ട് കൺഫേം കൊടുക്കുക. സോ നമ്മുടെ അത് ജസ്റ്റ് ഒന്ന് ലോഡാവാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. അവിടെ നമ്മൾ ആദ്യം തന്നെ എൻ്റർ ചെയ്യേണ്ടത് മാസ വരുമാനം. അതുപോലെ നിങ്ങൾക്ക് സാലറീഡ് ആണെങ്കിൽ സാലറിയുടെ, സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വരുമാനം കിട്ടുന്നത്, ബാങ്ക് ട്രാൻസ്ഫർ ത്രൂ ആണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ചെക്ക് ആയിട്ടാണോ, ആ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സാലറി, എന്നാണ് നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആവുക എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ബാങ്ക് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ സാലറി എന്നാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക എന്നുള്ള ഒരു ഡേറ്റ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ ഒരു 10-ാം തീയതി കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയുള്ള കൺഫേം കൊടുക്കുമ്പം ഈ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും, ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ലോഡായിട്ടുണ്ട്. സോ എനിക്ക് ഇവിടെ 21,000 രൂപ 18 ദിവസത്തേക്കാണ് എനിക്ക് ലോൺ അപ്രൂവൽ ആയിട്ടുള്ളത്. നമുക്ക് ആ എമൗണ്ട് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നതായിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. ഞാനിവിടെ അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ അതിന് ഞാൻ ക്ലിക്ക് ചെയ്തു.
അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ലോണിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ ഏകദേശം 21,000 രൂപയാണ് അപ്രൂവൽ ആയത്. പ്രോസസ്സിംഗ് ഫീ 2,478 പ്ലസ് GST. അതുപോലെ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് 18,522 രൂപയാണ്. തിരിച്ചടയ്ക്കേണ്ടത് 23,533 രൂപയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് അപ്ലൈ ചെയ്ത വീഡിയോ കണ്ടാണ് ഡേറ്റ് ഇഷ്യൂ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ മൊത്തമായിട്ട് 23,533 രൂപയാണ് അടയ്ക്കേണ്ടത്. കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത ലോണാണ്. എമർജൻസി അല്ലെങ്കിൽ നമുക്ക് ഒരു വിശ്വസിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് റാം ഫിൻകോപ്പ് എന്ന് പറയുന്നത്. RBI അപ്രൂവ്ഡ് NBFC ആണ്. നമുക്ക് അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്യാനൊരു ഓപ്ഷൻ വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ വഴി സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഇമെയിൽ കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക. ഇമെയിലിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് സെൻഡ് ആവുന്നതായിരിക്കും. അതവിടെ എൻ്റർ ചെയ്തുകൊണ്ട് അടുത്ത നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്യാനാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്കാണ് ഈ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആകുക. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ IFSC കോഡും കറക്റ്റ് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. സോ ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതാണ്. നമ്മുടെ എലിജിബിലിറ്റി കാര്യങ്ങളൊന്നുകൂടെ അവർ ചെക്ക് ചെയ്യുന്നതാണ്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വെരിഫൈ വിത്ത് ആധാർ OTP അല്ലെങ്കിൽ വെരിഫൈ വിത്ത് ഡിജിലോക്കർ എന്ന് കാണാം. അപ്പോൾ നമുക്ക് ആധാർ OTP വഴി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു വെരിഫൈ വിത്ത് ആധാർ OTP എന്ന് പറയുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ നമ്മുടെ ഒരു ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ താഴെ കാണുന്നതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് OTP വരും, അതുകൂടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ കാര്യങ്ങൾ എന്താ പറയുക കൺഫേം ആവും. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ലോഡ് ആവുന്നതായിരിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ ഇവിടെ നമുക്ക് കീ ഫാക്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോണിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരുന്നതായിരിക്കും. അതൊക്കെ വായിച്ച് നോക്കി കൺഫേം കൊടുക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്